പാലക്കാട്ടെ കോൺഗ്രസിൽ വീണ്ടും കൊഴിഞ്ഞുപോക്ക്. മഹിളാ കോൺഗ്രസ് ജില്ലാ നേതാവ് പാർട്ടി വിട്ട് CPM-ൽ ചേർന്നു. CPM ജില്ലാ കമ്മിറ്റി ഓഫീസിലെത്തിയ കൃഷ്ണകുമാരി ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബുവിനൊപ്പം മാധ്യമങ്ങളെ കണ്ടു. ശ്രീകൃഷ്ണപുരത്തെ കോൺഗ്രസിന്റെ പ്രധാന നേതാക്കളിലൊരാളാണ് കൃഷ്ണകുമാരി. 3 തവണ പഞ്ചായത്തിലടക്കം കോൺഗ്രസിന്റെ മുഖമായി കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ചിട്ടുണ്ട്. ശ്രീകൃഷ്ണപുരത്ത് CPM-നെ ഏറ്റവും കൂടുതൽ എതിർത്ത നേതാവാണ് ഇപ്പോൾ CPM-വുമായി സഹകരിച്ച് പ്രവർത്തിക്കാൻ തീരുമാനിച്ചത്. കോൺഗ്രസ് നിരന്തരമായി അവഗണിക്കുകയാണെന്ന് മഹിളാ കോൺഗ്രസ് വിട്ട കൃഷ്ണകുമാരി പറഞ്ഞു. നിരവധി ആളുകൾ ഇനിയും പുറത്തുവരുമെന്നും കൃഷ്ണകുമാരി പറഞ്ഞു. പഞ്ചായത്ത് ഭരണം തിരിച്ചുപിടിക്കാൻ അവിടെ പഞ്ചായത്ത് CPM-യെ ഭരിച്ചിട്ടുള്ളൂ. പക്ഷേ പഞ്ചായത്ത് ഭരണം പിടിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമത്തിൻ്റെ ഭാഗമെന്ന് പറഞ്ഞ് BJP-യുമായിട്ട് അവിടെ കോൺഗ്രസ് ഒരു അലിഖിത നിയമം തന്നെ ഉണ്ടാക്കി. അതിനെ എതിർത്തത് ഞാനും എൻ്റെ കൂടെയുള്ള കുറച്ച് പേരും അതിനെ എതിർത്തു. അപ്പോൾ നിങ്ങൾക്ക് മാത്രമല്ല ആദർശം എന്നൊരു വാക്കാണ് അന്ന് അവിടുത്തെ DCC ഭാരവാഹിയായിട്ടുള്ള ആൾ പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ ഒരു സ്വാർത്ഥ താല്പര്യം എന്നേ എനിക്കതിൽ പറയാനുള്ളൂ. പക്ഷെ അതിൻ്റെ ഭാഗമായിട്ട് 2-ാം വാർഡിൽ കോൺഗ്രസിന് സ്ഥാനാർത്ഥി ഇല്ലാതെ അവിടെ താമര അടയാളത്തിൽ ഔദ്യോഗിക ചിഹ്നത്തിൽ മാത്രം സ്ഥാനാർത്ഥിയും CPM-ൻ്റെ സ്ഥാനാർത്ഥിയും മാത്രമായി ഇലക്ഷനെ നേരിടേണ്ടി വന്നു. അവിടുത്തെ കോൺഗ്രസ്സുകാരെ ആർക്ക് വോട്ട് ചെയ്യണമെന്ന് അറിയാത്തൊരു നിസ്സഹായാവസ്ഥയിൽ അവിടെ നിന്നു. കാരണം കോൺഗ്രസിനൊരു സ്വതന്ത്ര സ്ഥാനാർത്ഥി പോലും ഇല്ലാതെ വെള്ളിനേഴി പഞ്ചായത്തിൽ ഒരു BJP-ക്ക് ഒരു മെമ്പറെ നൽകി എന്നുള്ളത് മാത്രമാണ് കോൺഗ്രസ് അവിടെ നടത്തിയ ഒരു മേന്മ. അല്ലാതെ കോൺഗ്രസിന് അവിടെ പ്രത്യേകിച്ചൊരു നേട്ടവും ആ ഒരു അലയൻസ് കൊണ്ട് ഉണ്ടായി എന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിപ്പിച്ച ഒരു മെമ്പറെ കിട്ടി. പക്ഷെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാത്തൊരു മെമ്പർ അവിടെ ഉണ്ട്. കാരണം അത് കോൺഗ്രസും അല്ല BJP അല്ല എന്നുള്ള പോലെ ഒരു മെമ്പറുണ്ട്. അതല്ലാതെ അതിൻ്റെ ഒരു ഇരയാക്കപ്പെട്ട ആളാണ് ഞാനും. ഞാൻ തൊട്ടടുത്ത വാർഡിൽ പോയി മത്സരിക്കേണ്ടി വന്നു. കാരണം അവിടെ BJP സ്ഥാനാർത്ഥിയുടെ നോമിനേഷൻ തലേ ദിവസം റിജക്റ്റായി പോയി. അപ്പോൾ അവിടെ ആന്തൂർ മോഡൽ ഒറ്റയ്ക്ക് CPM ജയിച്ചു എന്നുള്ളൊരു ന്യൂസ് വരും. അത് പാർട്ടിക്ക് ദോഷമാണ്. പാർട്ടിയോട് കടപ്പാടും സ്നേഹവും ഉണ്ടെങ്കിൽ ഇപ്പോൾ നീ മത്സരിക്കണം, നാളെ നോമിനേഷൻ കൊടുക്കണം എന്ന് പറഞ്ഞ് നോമിനേഷൻ ഡേറ്റിൻ്റെ അന്ന് രാവിലെ പാർട്ടി ഓഫീസിൽ പോയി നോമിനേഷൻ കൊടുക്കപ്പെടേണ്ടി വന്ന ഒരാളാണ് ഞാൻ. അവിടെ ആ വാർഡിൽ അങ്ങനെ ഒരു അടുത്ത വാർഡിൽ പോയി മത്സരിക്കേണ്ടി വന്ന ഒരാളാണ്. കരഞ്ഞ് കാല് പിടിച്ചിട്ടും ഞാൻ മത്സരിക്കേണ്ടി വന്നതാണ്. വെള്ളിനേഴി കോപ്പറേറ്റീവ് ബാങ്കിലെ ജോലി രാജിവെച്ചു. രാജിക്കത്ത് കൊടുത്തിട്ട് ചർച്ചയ്ക്ക് വിളിച്ചതുപോലുമില്ല എന്നും കൃഷ്ണകുമാരി വ്യക്തമാക്കി. 2020-ലെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഭരണം പിടിക്കാനായി കോൺഗ്രസും BJP-യും ചേർന്ന് മത്സരിച്ചു. താൻ അതിനെ എതിർത്തു. അതുകൊണ്ടുണ്ടായ ഏക നേട്ടം BJP-ക്ക് മെമ്പറെ കിട്ടിയെന്നതാണെന്നും കൃഷ്ണകുമാരി പറഞ്ഞു. പിണറായി സർക്കാരിനെതിരെ പാർട്ടി പറഞ്ഞൊരു പ്രോഗ്രാം നടക്കുമ്പോൾ അറിയുന്നതായിരിക്കും പലർക്കും ആ ന്യൂസ്. അവിടെ ഒരു മൈക്ക് പിടിച്ചു വാങ്ങിയൊരു വിവാദ വിഷയങ്ങളുണ്ടായി. അതിനെതിരെ ഒരു പ്രതിഷേധ പ്രകടനം നടത്താൻ വേണ്ടി ഞാൻ ജില്ലാ കമ്മിറ്റിയോടും ബ്ലോക്ക് കമ്മിറ്റിയോടും എല്ലാവരോടും താണുകയാണ് പറഞ്ഞിട്ടും ഒരാൾ പോലും അവിടെ ഒരു ചെർപ്പശ്ശേരി മണ്ഡലം കമ്മിറ്റി മാത്രം ശുഷ്കമായ രീതിയിൽ അവിടെ ആ മണ്ഡലത്തിലുള്ള ഒരു പ്രവർത്തകരുടെ ഒരു പ്രകടനം നടത്തിയതൊഴിച്ച് ജില്ലാ കമ്മിറ്റിയോ ബ്ലോക്ക് കമ്മിറ്റിയോ ആരും അതിന് ഒരു സപ്പോർട്ടും ചെയ്തില്ല. നമ്മൾ അത്രത്തോളം വലിയൊരു വിവാദ വിഷയം ഉണ്ടായിട്ട് പോലും ആരും സപ്പോർട്ട് ചെയ്യാതെ അങ്ങനെ അവഗണിച്ച് ഇപ്പോൾ അവസാന ഘട്ടമായപ്പോഴത്തേക്കും മണ്ഡലത്തിലെ പാർട്ടി പരിപാടികൾക്ക് പോലും നമ്മളെ വിളിക്കാതെ മാറ്റി നിർത്തപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടായി. ഞാൻ അവിടെ കോപ്പറേറ്റീവ് ബാങ്കിൽ പാർട്ട് ടൈം സ്വീപ്പറായിട്ട് 2014 മുതൽ ജോലി പെർമനൻറ്റ് പോസ്റ്റിൽ ജോലി ചെയ്യുന്ന ആളാണ്. അപ്പോൾ 31-ാം തീയതി കൺവെൻഷൻ നടക്കുന്ന സമയത്ത് ഒരു മാറ്റി നിർത്തപ്പെടൽ വന്നപ്പോൾ ആ കൺവെൻഷൻ വരെ നമുക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. കാരണം ഒഴിച്ച് മാറ്റി നിർത്തപ്പെടുന്നവരെയൊക്കെ ഇൻവൈറ്റ് ചെയ്യുന്ന പരിപാടിയാണല്ലോ കൺവെൻഷൻ. അതിനുപോലും ഇല്ലയെന്ന് കണ്ടപ്പോൾ 1-ാം തീയതി ഞാൻ എൻ്റെ ജോലി റിസൈൻ ചെയ്തു. ജോലി റിസൈൻ ലെറ്റർ കൊടുത്തു. നമ്മളെ ചർച്ചയ്ക്ക് വിളിക്കുക കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. 6-ാം തീയതി റിസൈൻ ലെറ്റർ അംഗീകരിച്ചതായിട്ട് ബാങ്ക് സെക്രട്ടറി എന്നെ അറിയിച്ചു. ഞാൻ അന്ന് തന്നെ എല്ലാ ഗ്രൂപ്പിൽ നിന്നും റിമൂവ് ചെയ്തു. ഞാൻ അങ്ങനെ കോൺഗ്രസ്സായിട്ട് മാനസികമായിട്ട് അവരുടെ രീതികൾക്ക് നമ്മൾ എതിരഭിപ്രായം പറയുന്നതാണോ എന്താണോ മാറ്റി നിർത്തപ്പെടലെന്ന് അറിയില്ല. അഭിപ്രായ സ്വാതന്ത്ര്യം ഇല്ലാത്തതാണോ പറയാൻ പാടില്ല എന്നാണോ അറിയില്ല. എന്തായാലും ഈ BJP ആയിട്ടുള്ളൊരു കൂട്ടുകെട്ട് ഇപ്പോൾ പാലക്കാട് നടക്കുന്നത് ആദ്യമായിട്ടല്ല. ഞങ്ങളുടെ പഞ്ചായത്ത് അതിനൊരു ഭാഗമാണ്. ഞങ്ങളുടെ പഞ്ചായത്ത് അതിനൊരു മോഡലാണ്, മാതൃകയാണ്. കുടുംബം കഴിഞ്ഞാൽ പിന്നെ ഞാൻ സെക്കൻഡ് ഒപ്പീനിയൻ എന്ന് പറയാൻ ഉണ്ടായിരുന്നില്ല. അത് കുടുംബം തന്നെയായിരുന്നു. പക്ഷേ ആ വികാരങ്ങളെയൊക്കെ മാറ്റി നിർത്തപ്പെട്ടുകൊണ്ട് പറയുകയാണ്. കാരണം ആ കുടുംബത്തിനെയാണ് ഇപ്പോൾ ഞാൻ ഉപേക്ഷിച്ചിരിക്കുന്നത്. കാരണം അത്രയ്ക്കും മാനസികമായിട്ടുള്ളൊരു ബുദ്ധിമുട്ടിക്കൽ, മാനസികമായിട്ടുള്ളൊരു പ്രഷർ അത് പാർട്ടിയുടെ ഭാഗത്തുനിന്നുണ്ടായി. അതേസമയം LDF പറഞ്ഞ കാര്യങ്ങൾ ഓരോ ദിവസവും വ്യക്തമാവുകയാണെന്ന് CPM ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു പറഞ്ഞു. BJP കോൺഗ്രസ് രഹസ്യധാരണയാണ് കോൺഗ്രസ് വിടുന്നവർ ഉയർത്തുന്നത്. BJP-യും കോൺഗ്രസും തമ്മിൽ അവിശുദ്ധ കൂട്ടുകെട്ടുണ്ടെന്ന ഞങ്ങളുടെ വാദം തെളിയുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. BJP-യെ ജയിപ്പിക്കാനുള്ള രഹസ്യധാരണയുടെ ഭാഗമായിട്ടാണ് UDF-ന്റെ സ്ഥാനാർത്ഥി പത്തനംതിട്ടയിൽ നിന്ന് ഇവിടെ വന്ന് മത്സരിക്കുന്നത്. പത്തനംതിട്ടക്കാരനായിട്ടുള്ള UDF-ന്റെ സ്ഥാനാർത്ഥിയായി ഇവിടെ വന്ന ആൾ ഇവിടെ കോൺഗ്രസിൻ്റെ നേതൃത്വം ഇല്ലാതെയാണോ
കോൺഗ്രസിന് മത്സരിക്കാൻ ആളില്ലാത്തതുകൊണ്ടാണോ? അതുകൊണ്ട് ഈ ഒരു രഹസ്യധാരണയുടെ വിജയത്തിന് വേണ്ടിയിട്ടാണ്. അതിനെല്ലാം ഒരു പ്രത്യേക ലക്ഷ്യമുണ്ട്. അത് ഈ കൂട്ടുകെട്ടിൻ്റെ ഭാഗമാണ്, BJP കോൺഗ്രസ് കൂട്ടുകെട്ടിൻ്റെ ഭാഗമാണ്. അതിലൂടെ ഇവർ BJPയെ ജയിപ്പിക്കാനുള്ള എല്ലാ തരത്തിലുള്ള നീക്കുപോക്കും ഇതിനകം തന്നെ നടത്തിക്കഴിഞ്ഞു എന്നാണ് വ്യക്തമാകുന്നത്. അതേസമയം മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി കൃഷ്ണകുമാരി കോൺഗ്രസ് വിട്ട് CPM-വുമായി ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചത് നന്നായി എന്നാണ് മഹിളാ കോൺഗ്രസ് ജില്ലാ നേതൃത്വം പറയുന്നത്. കൃഷ്ണകുമാരിയെ 1.5 വർഷം മുൻപ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതായും ജില്ലാ നേതൃത്വം അറിയിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് മുൻ വൈസ് പ്രസിഡന്റ് കൂടിയാണ് കൃഷ്ണകുമാരി. UTV ന്യൂസ്, പാലക്കാട്.